ഇറാനിയൻ മോഡലും നടിയുമായ മന്ദന കരീം ഖമേനിയുടെ ഭരണകൂടത്തെ മിഡിൽ ഈസ്റ്റിലെ ക്യാൻസർ കോശം എന്നാണ് വിശേഷിപ്പിച്ചത്. അത് ഇവിടുത്തെ പുരോഗമനവാദികൾ കേട്ടിരിക്കുകയില്ല. രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രതിഷേധ മാർച്ചിനു നേരെ ഇറാനിയൻ സേന യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വെടിവെച്ചപ്പോൾ ആ തെരുവുകളിൽ മരിച്ചു വീണത് നൂറുകണക്കിന് യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. പരിക്കേറ്റ പ്രതിഷേധക്കാരെ പോലും ആശുപത്രിയിൽ എത്തിക്കാൻ സേന തടസ്സം നിൽക്കുക മാത്രമല്ല, ആശുപത്രിയിൽ എത്തിയവരെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചിലരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. മൃതദേഹങ്ങൾ വിട്ടുകിട്ടാനായി ബന്ധുക്കൾ ചെന്നപ്പോൾ ഖമേനിയുടെ ഭരണകൂടം ബുള്ളറ്റ് ടാക്സ് ചോദിച്ചത് ഒരു കുടുംബത്തിന്റെ സമ്പാദ്യം മുഴുവൻ ആണെന്നാണ്. ഖമേനി കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആഹ്ലാദിച്ച ഇറാൻ ജനത This is the end of them, not just end of Khamenei, end of Islamic Republic that occupies Iran. Does he like cry? Are I happy? I am so happy. പിന്നീട് മതഭരണകൂടത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ ശബ്ദമില്ലാത്തവരായി മാറി. നേരത്തെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട രാജാവിന്റെ മകൻ റസാ ഹൽവി ഇറാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഖമേനിയുടെ മരണത്തോടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഫലത്തിൽ അവസാനിച്ചിരിക്കുന്നു. അത് ഉടൻ തന്നെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടും. ഖമേനിയുടെ പിൻഗാമിയെ നിയമിക്കാനുള്ള ഭരണകൂടത്തിന്റെ ഏതൊരു ശ്രമവും പരാജയപ്പെടും. സുനിത ദേവദാസ് അടക്കം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെയാണ്. ഖമേനി പലതും ചെയ്തേക്കാം, എങ്കിലും ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമാണ്. എത്ര പീഡനം അവിടെ നടന്നാലും ആരും തിരിഞ്ഞു നോക്കരുത്. അതായത് അയൽപക്കത്തെ വീട്ടിൽ ഒരു ദുരന്തം നടന്നാൽ അത് തടയാൻ നമ്മൾ നിൽക്കരുത് എന്ന്. പങ്കെടുക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ട്. ഈ ഡോഗ് എന്നെ ദേവദാസി എന്നാണ് വിളിക്കുന്നത്. ദേവദാസി. ഖമേനിയെ രക്തസാക്ഷി എന്നും സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി എന്നും ഞാൻ വിശേഷിപ്പിച്ചു. പക്ഷെ ദേവദാസി എന്ന് വിളിക്കുന്നത് എവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം? സ്വന്തം രാജ്യത്ത് കേരളം എന്ന സംസ്ഥാനത്തിൽ ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 50 ലക്ഷം ആളുകൾ മരിക്കുമെന്ന് പറയാൻ, ജാഥ നടത്താൻ, പ്രതിഷേധിക്കാൻ ഇവിടെ ഒരു പട്ടിക്കോക്കൻ പോലുമില്ല. സുനിത ദേവദാസിനോട് ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പാകിസ്ഥാനിൽ വെടിയേറ്റ് മരിച്ചവരുടെ കൂട്ടത്തിലായിപ്പോയല്ലോ കേരളത്തിലെ പ്രബുദ്ധർ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിഷേധ പ്രകടനവും ഈ അർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ലജ്ജിക്കാം. മനുഷ്യത്വമില്ലായ്മയുടെ ആൾരൂപമായ ഖമേനിയെ ആരാധ്യ പുരുഷനായും ധീരതയുടെ പ്രതീകമായും കാണുന്നവർക്ക് സുനിത ദേവദാസിനൊപ്പം ചേരാം. തട്ടത്തിനിടയിലൂടെ ലേശം മുടി പുറത്ത് കണ്ടുവെന്ന് പറഞ്ഞ് മത പോലീസ് കൊന്നുകളഞ്ഞ പെൺകുട്ടിയെ അറിയണം. മക്സ അമിനി. അങ്ങനെ പണ്ട് 40,000 ആളുകളെ, സ്വന്തം ജനതയെ തന്നെ വെടിവെച്ച് കൊല്ലാൻ കൂട്ടുനിന്ന ഒരു തീവ്രവാദ നേതാവിനെയാണ് ഇവരൊക്കെ വാനോളം പുകഴ്ത്തുന്നത്. എത്രയോ വർഷങ്ങളായി ഇസ്രായേൽ ജനതയുടെ നിലനിൽപ്പിന്റെ അവർ അനുഭവിച്ച പീഡനങ്ങളുടെ കഥയൊന്നും ഇവർ കാണുന്നതേയില്ല. സാമ്രാജ്യത്വവും അധിനിവേശവും എവിടെ കണ്ടാലും ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നതേയില്ല. അവർക്ക് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്താ? ഇറാനിൽ ബോംബ് പൊട്ടുന്നതാണ് അവർക്ക് വിഷയം. 1988 ഇറാനിൽ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ച് കൊന്നപ്പോൾ ഇവർ എന്ത് ചെയ്യുകയായിരുന്നു? കണ്ടില്ലായിരിക്കാം, കേട്ടില്ലായിരിക്കാം. 2022 അവിടുത്തെ സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ കുട്ടികളടക്കം 100 കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞത് നമ്മൾ ഓർക്കണം. ആ മനുഷ്യത്വമില്ലായ്മയെ, ഹമാസിന്റെ ജൂത കൂട്ടക്കൊലയിൽ ആഹ്ലാദിക്കുന്നവരാണ് ഇവർ. ഇസ്രായേൽ രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് ഇറാൻ സേന വിട്ട മിസൈലുകൾ ഇവർ ഒന്നും കണ്ടില്ല. അവർക്ക് തടുക്കാൻ കഴിവുള്ളത് കാരണം അവിടുത്തെ പാവപ്പെട്ട കുട്ടികളും ജനങ്ങളും കൊല്ലപ്പെട്ടില്ല എന്ന് മാത്രം. ഇസ്രായേൽ രാജ്യത്തെ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചു നടക്കുന്ന ഒരു രാഷ്ട്രവും ഈ ലോകത്തിലില്ല. അതുകൊണ്ടാണ് ഇറാനെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചത്. അമേരിക്കയുടെ നയങ്ങൾ എന്തുമാവട്ടെ, അവരെ കുറ്റം പറയുന്നവർ ചികിത്സയ്ക്ക് പോകുന്നത് കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്കാണ്.
പോയവരുടെ പേരുകൾ പറയേണ്ടതില്ലല്ലോ. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ രാജ്യത്തെ നശിപ്പിക്കും എന്ന് പറഞ്ഞ് ആ രാജ്യത്തെ ഒരു ക്ലോക്ക് സ്ഥാപിച്ച് വിളംബരം ചെയ്യുന്ന ഒരു രാജ്യം ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. ഇതൊന്നും ഈ മന്ദബുദ്ധികൾക്ക് അറിയാത്തതല്ലേ? കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തി കടി വാങ്ങിച്ചവരാണ് ഇറാൻ. പ്രശസ്ത ഇറാനിയൻ നടി മന്ദന കരീം പറഞ്ഞ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. അത് ഇതാണ്: ഏതൊരു ഭരണകൂടവും അവരുടെ ചെയ്തികൾ കൊണ്ട് അപകടത്തിലാവുമ്പോൾ ആ നാട്ടിലെ സാധാരണ ജനങ്ങൾ പിന്തുണയ്ക്കണമെന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. ഇതാണ്